നമസ്കാരം. നമുക്കിന്ന് അടുത്ത അക്ഷരം 2 ലൈനിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, സ്വരാക്ഷരങ്ങളിൽ ആ എങ്ങനെ 2 ലൈനിൽ എഴുതാമെന്ന് പഠിച്ചു. ഈ എങ്ങനെ 2 ലൈനിൽ എഴുതാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതായിരിക്കും? ക്രമം അനുസരിച്ച് പറയുമ്പോൾ ഏതക്ഷരമായിരിക്കും? ഈ യെസ്, ഓക്കെ. 2 ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കണ്ടോ, 2 ലൈൻ വരച്ചു. ഈ നമ്മൾ തുടങ്ങിയപ്പോൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ? ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ ഊവും അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ തുടങ്ങുക. കണ്ട, ഇങ്ങനെയാണ് 2 ലൈനിൽ ഊ എഴുതേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാൻ ടീച്ചർ. സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നടുഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. മേലെയോ താഴെയോ ആദ്യം ടച്ച് ചെയ്യരുത്. ഏതൊക്കെയാണ് താഴെ മേലെയും ടച്ച് ചെയ്യുന്നത്, ലൈനിൽ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. കണ്ട, ഇങ്ങനെയാണ് ഊ. മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടെ നോക്കുക. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ ടച്ച് ചെയ്ത് ഊ. കണ്ട, ഇതാണ് ഊ. അടുത്തത് ഏതെഴുതാം? അടുത്തത് ഏതക്ഷരമായിരിക്കും? ഊ. കണ്ടോ, എളുപ്പമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ടീച്ചർ എപ്പോഴും പറയണ പോലെ നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ നമ്മൾ പഠിച്ചു. 2 ലൈനിൽ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, നോക്കിയിരിക്കാം. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വരിക. ഇവിടെ കണ്ട, ഈ ഭാഗവും മാത്രമാണ് നമ്മുടെ ലൈനിൽ ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ? ഇനി ഇതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഊ എഴുതുമ്പോൾ ഈന്ന് നമ്മൾ എഴുതിയപ്പോൾ ചിഹ്നം നമ്മൾ പഠിച്ചൂലോ, അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. കണ്ടോ, മേലെ ഇവിടെ ടച്ച് ചെയ്യുക, ഇവിടെ ടച്ച് ചെയ്യുക. കണ്ടോ, ഊ. കണ്ടോ, 2 ലൈനിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഒന്നും കൂടെ എഴുതി കാണിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നടുഭാഗത്ത് നിന്ന് തുടങ്ങണം. ഇവിടെ മാത്രം ടച്ച് ചെയ്യുക, താഴേക്ക്. ഇത് ഊ. അടുത്തത് ഒന്നും കൂടെ ഊ തന്നെ. എങ്ങനെയാണോ നമ്മൾ എഴുതിയത് അതേപോലെ തന്നെ എഴുതുക. ശേഷം ഈ ചിഹ്നം ഇങ്ങനെ. കണ്ടോ, ഊ. ഒന്നും പുറത്തേക്ക് വരേണ്ട ആവശ്യം ഇല്ല. ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ശരിക്കും നോക്കിയിരിക്കുക, അപ്പോഴാ മനസ്സിലാവുള്ളൂ. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ. കണ്ടോ, ഊ. അടുത്തത് കണ്ടോ, ഇങ്ങനെ തന്നെ തുടങ്ങുക. ശേഷം ഊ. കണ്ടോ, ഊ. മനസ്സിലായോ? ഒന്നും കൂടെ എഴുതാം. ശരിക്കും നോക്കിയിരിക്കുക. ഇവിടെ നിന്ന് തുടങ്ങുക. മേലെ ഇത് മാത്രം ടച്ച് ചെയ്യുക, താഴേക്ക് ഈ ലൈൻ മാത്രം ടച്ച് ചെയ്യുക. ഇവിടെ ഊ. കണ്ടോ, അടുത്തത് ഊ. കണ്ടോ, ഈ ഭാഗം മാത്രം ടച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ നമ്മൾ വന്നു, ഈ ഭാഗം മാത്രം ടച്ച് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, ഇതും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചിഹ്നം നമ്മൾ എഴുതണം. ഊ. കണ്ടോ, ഊ. മനസ്സിലായോ? അടുത്ത അക്ഷരം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം കേട്ടോ. ശുഭദിനം. ബൈ.